ശക്തി ഇല്ലെങ്കിൽ ശിവൻ ഇല്ല. ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഒരു വ്യക്തി അവൻ്റെ ജീവിതം വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഈ ഒരു എനർജിയുടെ ബാലൻസിങ് നടക്കണം. ഇത് നടക്കണം. പക്ഷെ പലപ്പോഴും ഇത് നടക്കാറില്ല. ട്വിൻ ഫ്ലെയിം ഇത് ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് ഈ ഒരു വാക്ക്. പക്ഷെ ആർക്കും എന്താണ് ട്വിൻ ഫ്ലെയിം എന്ന് അറിയില്ല. അപ്പോൾ അത് ശിവശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാക്കാണെന്ന് അടുത്തിടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു. എന്താണ് ശരിക്കും ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്? ഇത് ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ പണ്ട് കാലം മുതലേ നമ്മുടെ വേദിക് ആസ്ട്രോളജിയിലും അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലും മിഥോളജി ഇതിലെല്ലാം നമുക്ക് ഈ ശിവശക്തി കോൺസെപ്റ്റ് ഉണ്ട്. കൃഷ്ണനും രാധയും അല്ലെ, ഇവര് ഒരു ആത്മാവിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അപ്പൊ ഇതിനെ നമുക്ക് ട്വിൻ ഫ്ലെയിം എന്ന് പറയാം. അതായത് ഒരു സോളിന് രണ്ട് കൗണ്ടർ പാർട്സ് ഉണ്ട്. അതായത് ഒരു മെയിൽ എനർജിയും ഒരു ഫീമെയിൽ എനർജിയും ഉണ്ട്. ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. എല്ലാ സോളിനും ഉണ്ട്. ഓരോ വ്യക്തികളുടെ ഉള്ളിലുമുണ്ട് ഈ മെയിൽ എനർജിയും ഈ ഫീമെയിൽ എനർജിയും. അത് ഓരോരുത്തരിലും അതിൻ്റെ അളവെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും പലപ്പോഴും. അത് ഫെമിനൈൻ എനർജി കൂടി നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും. ഇമോഷണലി ആയിരിക്കും കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. അത് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജി. നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയെ നമ്മൾ ഡിവൈൻ ഫെമിനൈൻ എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമ്മൾ ടാറോ കാർഡിൽ പറയുകയാണെങ്കിൽ ദ എംപ്രസ് കാർഡ് വരുന്നത് ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ്. ഇതിന്റെ കൗണ്ടർ പാർട്ട് ഉണ്ട്, ദ എംപറർ എന്ന് പറയുന്ന കാർഡ് ഉണ്ട്. അത് ഡിവൈൻ മാസ്കുലൈൻ എനർജിയാണ്. അതായത് മെയിൽ പാർട്ടാണ്, മെയിൽ കൗണ്ടർ പാർട്ടാണ്. അത് വളരെ പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ലോജിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ് ഇതൊക്കെയാണ്. അതേസമയം ഫീമെയിൽ എനർജിക്കാണെങ്കിൽ എംപത്തി, അണ്ടർസ്റ്റാൻഡിങ്, അതോറിറ്റി, ക്രിയേറ്റിവിറ്റി, ഇൻഡ്യൂഷൻ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗം വരുന്നത്. അപ്പം ശിവനും ശക്തിയും വേറെ അല്ല, ഒന്ന് തന്നെയാണ്. ശക്തി ഇല്ലെങ്കിൽ ശിവൻ ഇല്ല. ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഒരു വ്യക്തി അവൻ്റെ ജീവിതം വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഈ ഒരു എനർജിയുടെ ബാലൻസിങ് നടക്കണം. ഇത് നടക്കണം. പക്ഷെ പലപ്പോഴും ഇത് നടക്കാറില്ല. അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇതൊരു 50-50 ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ വ്യക്തികളും തന്നെ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ്, ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുമാണ്. ഇന്ന് പക്ഷെ നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്നാണ്, റിലേഷൻഷിപ്പുകളിലാണ് കൂടുതൽ ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകളും ഉണ്ട്, എന്നാൽ ഇതിൻ്റെ കുറേ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ 60 എന്ന് വയ്ക്കുക, ഒരു 100ൽ. അപ്പോൾ വേറൊരു വ്യക്തിയെ കാണുകയാണ്. അപ്പം എലിസബത്തിൻ്റെ ഉള്ളിൽ 40 ആണ് ആ മസ്കുലൈൻ വാല്യൂ വരുന്നത്. ഒരു ആക്സിഡൻ്റലി ഒരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തിയായിട്ടൊരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ എലിസബത്തിന് തോന്നാൻ തുടങ്ങും. കാര്യം എലിസബത്തിൻ്റെ ജീവിത രീതിയുമായിട്ട് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്, പക്ഷെ വളരെ കണക്റ്റഡുമാണ്. ആ വ്യക്തിക്ക് 60 ആയിരിക്കാം അയാളുടെ മെയിൽ എനർജി, ഡിവൈൻ മാസ്കുലൈൻ എനർജി. അയാളുടെ 40 ആയിരിക്കാം ഫെമിനൈൻ എനർജി. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ വാല്യൂ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിന്റെ കോർ ഒന്നാണ്, പക്ഷെ സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറയുന്നത് പോലെ ഓപ്പോസിറ്റ് അട്രാക്ട്സ് അല്ലേ. അപ്പൊ ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഒരു മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും. ഇവരുടെ സോളിന് ഒരുപാട് എക്സ്പീരിയൻസസ് സിമിലർ ആയിരിക്കും. സോളിന് ഈ ഒരു ലൈഫ് ടൈമിലല്ല, സോളിന്. ഇനി ഇവരുടെ ഒരു ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കിയാലും ഒരേ ടൈം ലൈനിൽ ഒരേ ഇമോഷണൽ എക്സ്പീരിയൻസസ് ആയിരിക്കും ഇവർക്കുണ്ടായിരിക്കുക. അത് പക്ഷെ പല
ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിപ്രഷൻ ജേർണിയിൽ കൂടെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കാർമിക് റിലേഷൻഷിപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉള്ള സമയത്തോ ഒക്കെ ആയിരിക്കും. അതായത് ഹെൽപ്ലെസ് ആയിട്ടുണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പരസ്പരം ഈ വ്യക്തികളെ കണ്ടുമുട്ടുന്നത്. ഇവര് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് ലോകം എന്ന് പറയുന്നത് പോലെയാണ്. ഈ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിന് മുൻപും ശേഷവും നമ്മളുടെ ജീവിതം അടിമുടി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവര് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കില്ല തരുന്നത്. അത് റിലേഷൻഷിപ്പ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ആവാം, ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. നമുക്ക് കൂടുതലായിട്ടും ഇത് കണക്ട് ചെയ്ത് പറയുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായതുകൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ നമ്മളുടെ ഉള്ളിലുള്ള ആ ഹീൽഡ് ആവാതെ കിടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം നമ്മൾക്കൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് നമ്മളെ മനഃപൂർവ്വം തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ ജേർണി തന്നെയാണ്. ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ്. കാരണം ഇത് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ഒരു ബബിൾ ഫേസ് എന്ന് പറയും. ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഫേസിൽ വളരെ അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോലെയാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ആ മാറ്റം, നമ്മളുടെ സോള് പല ലൈഫ് ടൈം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അൺഹീൽഡ് ആയിട്ടുള്ള കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട് പൈൽഡപ്പ് ആയി കിടക്കുന്നത്. ഇതിനെ എല്ലാം പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. ഇത് പല വ്യക്തികളും യഥാർത്ഥത്തിൽ ഒരു ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തി എല്ലാവരും നമ്മുടെ അടുത്ത് വരുന്നത് എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ പലപ്പോഴും അത് ട്വിൻ ഫ്ലെയിം ആവണമെന്നില്ല. അത് നമുക്ക് ഈ ടാരോ കാർഡ്സിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ടാരോ കാർഡ് റീഡിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാലും ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എപ്പോഴും ആ വ്യക്തി തന്നെയാണ്. നമുക്കതിനെ ഗൈഡ് ചെയ്ത് പറയാനേ സാധിക്കുള്ളൂ. പലപ്പോഴും ഇത് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാർമിക് വരുമ്പോഴും, ഒരു കാർമിക് സോൾമേറ്റ് വരുന്ന സമയത്തും നമ്മൾക്കൊരു ട്വിൻ ഫ്ലെയിം ആണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ശരി. അത് നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. കാര്യം ഒരു കാർമിക് സോൾമേറ്റ് വരുന്ന സമയത്തും നമുക്ക് ചാലഞ്ച് തന്നെയാണ്. നമ്മൾ അതിൽ നിന്നൊരു ലെസൺ ആണ് പഠിക്കുന്നത്. ഈ ട്വിൻ ഫ്ലെയിം വരുന്ന സമയത്തും ഇതാണ് സംഭവിക്കുന്നത് എങ്കിലും ഫൈനലി നമ്മുടെ സോൾ പർപ്പസിലേക്ക് എത്തുകയാണ് ട്വിൻ ഫ്ലെയിം വന്നതിന് ശേഷം. അത് വിത്ത് ദം ഓർ വിത്തൗട്ട് ദം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.